ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് പറയാനുള്ളത് സാധാരണ നമ്മൾ എഴുതാറുള്ള ഒരു സംഗതിയാണ് ഡയറി. പക്ഷേ ഇത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മടിയാണ്, അല്ലെങ്കിൽ അയ്യോ എങ്ങനെ എഴുതും എന്നുള്ള ഒരു ചിന്തയാണ് അല്ലേ. പക്ഷേ അത് ദിവസവും എഴുതി നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് അത് ബുദ്ധിമുട്ടാവുകയേയില്ല. അപ്പോൾ ഡയറി എഴുതുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് വന്നാൽ ഡയറി എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഡയറി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതേത് ദിവസത്തെക്കുറിച്ചുള്ളതാണ് എന്ന്. നമ്മളോട് ചിലപ്പോൾ ഒരു ഓണാഘോഷത്തെക്കുറിച്ച്, സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തെക്കുറിച്ച്, ശിശുദിനത്തെക്കുറിച്ച്, കായികമേളയെക്കുറിച്ച്, കലാമേളയെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു ദിവസത്തെക്കുറിച്ച്. ഇന്ന് നോക്കിക്കോളൂ, ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ സ്കൂളിലെത്തിയപ്പോൾ എല്ലായിടത്തും നിറഞ്ഞ അലങ്കാരങ്ങൾ കണ്ടു. ഗേറ്റിൽ നിറഞ്ഞ പൂക്കളും ബലൂണുകളും. അധ്യാപകരും സുഹൃത്തുക്കളും എല്ലാവരും പുതിയ വസ്ത്രം ധരിച്ചു വന്നിരുന്നു. ഹെഡ് മാസ്റ്റർ പ്രസംഗം നടത്തി. അതിനുശേഷം നമ്മളെ സ്വാഗതം ചെയ്ത് മധുര പലഹാരം കൊടുത്തു. സ്വാഗതം ചെയ്ത് മധുര പലഹാരം കൊടുത്തു. 1-ാം ക്ലാസ്സുകാരെ വരവേൽക്കുന്ന പരിപാടി കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പാട്ടും നൃത്തവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഞാൻ സുഹൃത്തുക്കളോടൊപ്പം കൈയടിച്ചു. പരിപാടിയുടെ അവസാനം കൊടുത്തു എന്നൊന്നും വേണമെന്നില്ല, കൈയടിച്ചു കേട്ടോ. ഞാൻ പരിപാടിയുടെ അവസാനം സ്കൂൾ ഗാനവും പാടി അല്ലേ, ദേശീയ ഗാനവും പാടി. പിന്നെയോ എന്ത് നിങ്ങൾക്ക് എഴുതാം? ഇന്നത്തെ ദിവസം എനിക്കേറെ ഇഷ്ടപ്പെട്ടു അല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അല്ലെങ്കിൽ എനിക്കേറെ ഇന്നത്തെ ദിവസം എനിക്കേറെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് എഴുതാം അല്ലേ. പാട്ടും നൃത്തവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഞാൻ സുഹൃത്തുക്കളോടൊപ്പം കൈയടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഈ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ഓർമ്മ അല്ലേ, അതാണ് ഈ ഒരു ഡയറി എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് വായിച്ചു നോക്കുമ്പോഴും അത് നിങ്ങൾക്ക് എന്തായിരിക്കും, നല്ലൊരു മെമ്മറി തരും. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളുടെ സ്കൂളിലെ വേറെ കലാപരിപാടികളെ കുറിച്ചാണെങ്കിൽ ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമായിരുന്നു. സ്കൂളിലെത്തിയപ്പോൾ എല്ലായിടത്തും അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാവരും വിവിധ പരിപാടികൾക്കായി തയ്യാറെടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പാട്ടും നൃത്തവും അല്ലെ, അഭിനയവും എല്ലാമായി ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഏത് ദിവസത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാലും ഡയറി നല്ല മനോഹരമായിട്ട് എഴുതുക. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഡയറിയാണ് കേട്ടോ. ഇനി പരീക്ഷയ്ക്ക് മുൻപ് ഒരു ഡയറിയുടെ മാതൃകം കൂടെ ടീച്ചർ തരുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ട്, ഇന്ന് എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ് കാണണം. 7:30 അപ്പോൾ ടീച്ചർ കൃത്യസമയത്ത് ലൈവിലെത്തുന്നതായിരിക്കും കേട്ടോ. ഏതൊക്കെ പാഠങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം, പരീക്ഷയ്ക്ക് വരുന്ന മാതൃക ഒക്കെ ടീച്ചർ പറഞ്ഞുതരുവേ. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ കാണാം. ബൈ.